നേതാവിനെ വളർത്തുന്ന ആ ഒരു സിസ്റ്റം ശരിയാണ്. നേതാവിനെ നമ്മൾ വളർത്തുന്നതല്ലല്ലോ, അത് അവരുടെ കഴിവ് കൊണ്ട് കോൺഗ്രസിലെ കെജ്രിവാളിനെ ആരാണ് നമ്മുടെ സേതലിലേക്ക് ഭീഷണി ഉണ്ടാവുമോ? കേജ്രിവാൾ നോട്ടമിട്ടുണ്ടാവോ? മലയാളം അറിയാൻ മേലാത്തോണ്ട് പ്രശ്നമില്ല. കോൺഗ്രസിലെ എത്രയോ നേതാക്കളുണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷ് തർജ്ജമ. എന്നെ പേടിക്കണ്ട, മാത്യു കുഴൽനാടനെ പേടിച്ചാൽ മതി. ഡൽഹിയിൽ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക, അവിടെ തമ്പടിക്കുകയും ചെയ്യുന്ന മാത്യു ആണ്, ശ്രദ്ധിച്ചോളുക. ഓക്കെ, നമ്മൾ ഇതാണ് ഒരുപക്ഷെ ഒരു മിനി പൊതു തിരഞ്ഞെടുപ്പിന്റെ ചിത്രം അനാവരണം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവർക്ക് മാത്രമല്ല പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് സീറ്റുകൾ മാത്രമല്ല വോട്ടിംഗ് പെർസെൻറ്റേജും കൂടി കൊടുത്തു പോകുന്നത്. ഇതാണ് യു പി ഒന്നും കൂടി നമ്മൾ കൊടുക്കുകയാണ്. 2017 UP നോക്കുക, 39.9. ഈ 39.9ന്റെ കൂടെ ഈ നിഷാദ്, SBSP, അപ്നാദളെല്ലാം ചേർക്കണം. അതായത് ഒരു 2.5% കൂടി, 2-2.25%. അതായത് 383 സീറ്റുകളിലാണ് BJP മത്സരിച്ചത്. 20 സീറ്റിൽ 12 സീറ്റിൽ അപ്നാദളിനും, അതായത് അനുപ്രിയ പട്ടേലിന്റെ മറ്റേ സമ്പത്തിന്റെ കൂടെ ലോകസഭയിൽ അടുത്തടുത്തിരിക്കുന്നതാണ് അനുപ്രിയ പട്ടേൽ അല്ലേ? ആയിരുന്നു, പക്ഷെ പിന്നെ മന്ത്രിയായതുകൊണ്ട് സമ്പത്തിന്റെ അടുത്തുനിന്ന് മാറിപ്പോയി. ഓക്കെ, അനുപ്രിയ പട്ടേലും അതുപോലെ തന്നെ SBSP എന്ന് പറഞ്ഞ രാജ്ബർ എന്ന് പറഞ്ഞ ഒരു ജാതിയെ കേന്ദ്രീകരിച്ചുള്ള 8 സീറ്റ് സഖ്യകക്ഷിയാണ്. അങ്ങനെ 12 സീറ്റിൽ അപ്നാദളും 8 സീറ്റില് രാജ്ബർ എന്ന് പറയുന്ന ഒരു പിന്നോക്ക വിഭാഗം. ഈ പറഞ്ഞ അപ്നാദൾ എന്ന് പറഞ്ഞ കുർമി വിഭാഗത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. സതീഷിന്റെ പാർട്ടിയാണ് കുർമി. ഇത് കിഴക്കൻ UPയിലെ പ്രതിഭാസമാണ്. ആ 2 പാർട്ടിയും കൂടി ചേർന്നാൽ 43-ന്റെ അടുത്ത് വരും. 42-ടുത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തി. അതായത് ഒരു ഇറോഷനും സംഭവിക്കാതെ 2012 വേണേ കാണിച്ചു തരാം. 2012 നോക്ക്, BJP എവിടെയായിരുന്നു? BJP 15%. ഈ 15%മാണ് 42-ലേക്ക് 2014 വളർത്തി. അത് സസ്റ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് ഒരുപക്ഷെ BJPയുടെ ഏറ്റവും വലിയ വിജയം. ഒരു രാഷ്ട്രീയ ഒരുപക്ഷെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായിട്ടുള്ള ഒരു നിയമസഭാ റിസൾട്ട് എനിക്ക് തോന്നുന്നു UPയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും വരുന്നത്. മുൻപ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ ഒക്കെ സമഗ്രാധിപത്യം, ആ ഒരു സിറ്റുവേഷനിലേക്ക് UP രാഷ്ട്രീയം മടങ്ങി എന്നുള്ള വലിയ നോക്കുക. ഇവിടെയൊക്കെ ഇറോഷൻ 29.9 ആയിരുന്നു BJP. 29.9 നോക്കുക. 11. ഓ, മാത്യു കുഴൽനാടൻ പകുതിയിലേക്ക് പോയി. കോൺഗ്രസ് ചൊട്ടി ശോഷിച്ച് 6-ലേക്ക് എത്തി, പാതിയിലേക്ക് പോകും. ഉഴവൂർ വിജയൻ ശ്രദ്ധിക്കുക, കോൺഗ്രസിന്റെ ഒരു പതനം വളരെ ദ്രുതഗതിയിലാണ്. 2012 നിന്ന് 2017 എത്തുമ്പോൾ 11.6 എന്നുള്ളത് 6-ലേക്ക്, കേവലം പകുതിയിലേക്ക്. ശരിയാ ഫിലിപ്പ്? ഈ കാലയളവിലൊക്കെ വേറെ ആളുമല്ല, രാഹുൽ ഗാന്ധി തന്നെയാണ് അവിടെ നയിച്ചത്. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ തട്ടകമാണ് റായ്ബറേലി, അമേഠി തട്ടകത്തിൽ പോലും കോൺഗ്രസിന് ചൂട് പിഴച്ചു. ഇത് പറയുമ്പോ ഉത്തർപ്രദേശിലെ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ട്രാറ്റജി നമ്മൾ പറയുമ്പോ പറയാൻ പോകുന്ന ഒരു കാര്യം, ഉത്തർപ്രദേശില് കഴിഞ്ഞതിന്റെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പറയാൻ വേണ്ടി അതല്ല, ഞാൻ അങ്ങനെ പറയുന്നല്ലേ. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കണം എന്നുള്ള നിലപാടെടുത്തത് രാഹുൽ ഗാന്ധിയാണ്. പലർക്കും പല അഡ്വൈസ് ഉണ്ടായിരുന്നു. അവിടുന്ന് 22 MPമാര്. അതെ, കറക്റ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ പാർട്ടിക്ക് മുന്നേ അതിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്നും ഒരുപാട് മെച്ചപ്പെടാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അതെന്നാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കറക്റ്റ്. അത് കഴിഞ്ഞ് വന്ന ഈ തെരഞ്ഞെടുപ്പിൽ അതനുസരിച്ചുള്ള സീറ്റുകൾ നേടാൻ പാർട്ടി കഴിഞ്ഞു. 2012 ഇനി 2014 നമ്മൾ പോകുന്നു. 2014 എന്തായിരുന്നു UP? വളരെ പ്രധാനമാണ്. എന്നുവെച്ചാൽ UP ആണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. എനിക്ക് മാത്രമല്ല, ഇനി വൈകുന്നേരത്തെ ചർച്ചയിൽ ജേക്കബ് ജോർജ് ഈ കണക്കുകളൊക്കെ പറയേണ്ടത്, അതുകൊണ്ട് കുറിച്ച് കൃത്യം എടുത്തോ. അതെ, അത് മാറ്റം വരാൻ പാടില്ല. 2014 നോക്കുക, 42.3, BSP 19.6, കോൺഗ്രസ് 7.5. ഒറ്റയ്ക്ക് മത്സരിച്ചാണ് 2014 ഒറ്റയ്ക്കാണ് മത്സരിച്ചത് ലോക്സഭയിലേക്ക്. ഈ 7.5 കോൺഗ്രസിന്റെ റായ്ബറേലിയും അമേഠിയും ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. 22.2 ഇതായിരുന്നു 2014. വരട്ടെ 2017 നമ്മൾ തിരിച്ച് വീണ്ടും വരികയാണ്. 2017 എങ്ങനെയാണ് ഈ 2012-ഉം 2014-ഉം മാറ്റം വരുന്നു?
BJP മാത്രമാണ് ഒരുപക്ഷെ 2014 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, 2017 നമ്മൾ കണ്ടു കഴിഞ്ഞാണ്, വീണ്ടും ഒന്ന് കണ്ടുപോകാം. ഇത് ഉത്തരാഖണ്ഡാണ്, അല്ല ഇത് ഇതാ. ഓക്കെ, റൈറ്റ്, ഇത് തന്നെയാണ്. 39.9 UP. BJP സഖ്യകക്ഷികളുടെ SBSPയുടെയും അപ്നാദളിന്റെയും കൂടി വോട്ട് പെർസെൻറ്റേജും കൂടെ കൂട്ടുകയാണെങ്കിൽ 42 എന്നുള്ള ആ പഴയ ഫിഗറിലേക്ക് എത്തി. കോൺഗ്രസ് ഒന്നും കൂടെ കാണിക്കൂ പ്ലീസ്. കോൺഗ്രസ് 6.2, കോൺഗ്രസ് 7-ൽ നിന്ന് ഒരു 1.5% കുറച്ചിരിക്കുന്നു. RLD 2 ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ RLD 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല, ഗെയിൻ ചെയ്തു. RLD കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ മറ്റു കുഴിനാടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് 100 സീറ്റിലേ മത്സരിച്ചുള്ളൂ. അപ്പം അതിന്റെ ഒരു കുറവ് വേണമെങ്കിൽ കാണേണ്ട വരും. പക്ഷേ SPയുടെ വോട്ടുകളും വാങ്ങുകയും ചെയ്തു. പോട്ടെ, വിട്ടോളൂ. നമ്മൾ കഴിഞ്ഞു. UP കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ കോൺഗ്രസിന് എത്ര സീറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? കോൺഗ്രസിന് എത്ര സീറ്റ്? ഒരു സ്പ്ലിറ്റ് എടുക്കണം ദയവ് ചെയ്തിട്ട്. അതായത് SP കോൺഗ്രസ് സഖ്യത്തിന് കിട്ടിയിരിക്കുന്ന 9 സീറ്റ്. 9. ഇത് KVS ഹരിദാസ് ഭയങ്കര പ്രവചനാവട്ടോ. 2 അക്കം ടച്ച് ചെയ്യില്ലെന്ന് പറഞ്ഞു. ഇതൊരു വലിയ പരാജയമാണ് മാത്യു കുഴിനാടൻ. കേവലം 9 സീറ്റ്. പക്ഷെ എല്ലായിടത്തുനിന്നുള്ള ലീഡ് അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് 403 അപ്പൊ 2-ൽ പോയാൽ 2 കിട്ടുമെന്ന് വിചാരിക്കും. ടോട്ടൽ ട്രെൻഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ്. സമ്പത്തൊരു വലിയൊരു സ്റ്റീപ്പായിട്ടുള്ള ഫോളാണ് കോൺഗ്രസ് സംഭവിച്ചിരിക്കുന്നത്. അതായത് 2 ലോക്സഭാ സീറ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണത്തിന്റെ 10, 12, 14 സീറ്റ് കിട്ടണം. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണത്തിന്. അപ്പൊ അമേഠിയും റായ്ബറേലിയും പോലും തോറ്റിട്ടുണ്ട്. ഒന്ന് നോക്കൂ, അമേഠിയിൽ ആരാ ജയിച്ചെന്ന് നോക്കൂ. അമേഠി, റായ്ബറേലി. അമേഠിയില് പിന്നെ അമേഠി റായ്ബറേലി സീറ്റിൽ സഖ്യം വർക്ക് ചെയ്തില്ല. അല്ല, അവിടെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികൾ നിർത്തി. അങ്ങനെ ആശയക്കുഴപ്പം. അതെ, സഞ്ജയ് സിംഗിന്റെ ഭാര്യ. അതിനുശേഷമാണ് അവിടെ പ്രിയങ്ക ഗാന്ധി അവിടെ BJP ലീഡ് ചെയ്തു. BJP ലീഡ് ചെയ്യുന്ന പറഞ്ഞാൽ സഞ്ജയ് സിംഗിന്റെ ആദ്യ ഭാര്യ ഗരിമ സിംഗ് ആണ് ലീഡ് ചെയ്യുന്നത്, അല്ലേ? ആണ്. സഞ്ജയ് സിംഗിന്റെ അമേഠിയിൽ സഞ്ജയ് സിംഗിന്റെ ഭാര്യ, ആദ്യ ഭാര്യയാണ് BJP സ്ഥാനാർത്ഥിക്ക് വെച്ചത്. ആദ്യ ഭാര്യ. രണ്ടാമത് അമിതാഭ് മോഡി എന്ന് പറഞ്ഞ ക്രിക്കറ്റ് കളിക്കാരന്റെ ഭാര്യയെ, ടെന്നീസ് കളിക്കാരൻ. ബാഡ്മിന്റൺ. ഓക്കെ, സോറി, ക്ഷമിക്കണം. സ്പോർട്സിൽ ഞാൻ വളരെ വീക്കാണ്. ജേക്കബ് ജോർജിനെ പോലെ ശക്തരല്ല. അതെ. ഇനി ഉത്തരാഖണ്ഡിലേക്ക് പോകുന്നു. ഉത്തരാഖണ്ഡ്. ഓ, അമേസിംഗ്. നോക്ക് മാത്യു, നോക്ക്. ഉത്തരാഖണ്ഡ് ഡിസൈസീവ് 45.6. ഇവിടെ BSP കയറി പിടിച്ചു കേട്ടോ. 7%. അല്ല, BSP 7.6. ഇൻഡിപെൻഡൻസ് ആണ് 10. ഈ 10 മിക്കവാറും റബൽ കാൻഡിഡേറ്റ്സ് ഉണ്ട് കോൺഗ്രസിന്. ഇത് കോൺഗ്രസ് റിബൽസ് ആയിരിക്കും. കോൺഗ്രസിന് ഒരു 2 ഡസൻ റിബൽസ് ഉണ്ടായിരുന്നു, അല്ലേ മാത്യു? സ്പ്ലിറ്റിന് ശേഷം ഒരുപാട് പേര് വരികയും കോൺഗ്രസിന്റെ ഒരു വിഭാഗം തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് റിബൽസ് ആയിട്ട് മത്സരിക്കുകയും ചെയ്തു. 43% ആയെന്നെ നോക്കൂ. അതെ. 2012 വേണേ കാണിച്ചു തരാം എങ്ങനെയായിരുന്നു ഉത്തരവ്. 2012 നോക്ക്. കോൺഗ്രസ് 33%, BJP 33. BJPയുടെ സ്റ്റീപ്പ് ഇൻക്രീസ് ആണ്. വെരി ക്രെഡിറ്റബിൾ ആണ്. അതായത് ഒരു ജേക്കബ്, ഒരു ആന്റി ഇൻകംബൻസി നന്നായിട്ട് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല, BJPയുടെ ദേശീയ തലത്തിൽ കുറഞ്ഞിട്ടില്ല എന്ന് പറയാം. ഈ 12. അത് മാത്രമല്ല, BSPയുടെ വോട്ട് ഷെയർ കുറഞ്ഞിരിക്കുന്നു. 7 ഉത്തരാഖണ്ഡിന്റെ വേറൊരു പ്രത്യേകത, ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ആർമിയിലുണ്ടെന്നുള്ളതാണ്. നമ്മള് ബോർഡർ മാത്രമല്ല, അവര് പഹാടികള് മിക്കവാറും എല്ലാവരും ആ കുടുംബങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും ആർമിയിലുണ്ട്. അതൊക്കെ ഈ 1 റാങ്ക് 1 പെൻഷനൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ എതിരായിട്ട് എന്തെല്ലാം ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ സ്വാഭാവികമായിട്ട് BJP വലിയ തോൾ സഹായിച്ചിട്ടുണ്ടോ. ആർമി ചീഫ് ഉത്തരാഖണ്ഡിൽ ആണ്. അല്ല, ഉത്തരാഖണ്ഡിന്റെ പ്രത്യേകത 2014 ഒരുപക്ഷെ BJP 2014 വിജയത്തെ മറികടന്നു. നോക്ക്, 5% മാത്യു നോക്ക്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള റെവലേഷൻസ്. അതായത് 2014 40 ആണെങ്കിൽ 45 കോൺഗ്രസിന്റെ പെർസെൻറ്റേജ് കുറഞ്ഞു. 38 എന്നുള്ളത് 33ലേക്ക്. ക്ലീൻ ആയിട്ട് 5% BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു.
യുപിനേക്കാളും പെർഫോം ചെയ്ത് ഉത്തരാഖണ്ഡിലാണ്. അതെ, യു പിയേക്കാൾ കൂടുതൽ രണ്ടുപേരും തമ്മിൽ മത്സരമായിരുന്നു. അതായത് UP BJP ആണോ ഉത്തരാഞ്ചൽ BJP ആണോ ഏറ്റവും പ്രധാനമെന്നുള്ളത്. അടുത്ത സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകുന്നു. അതിനുശേഷം നമുക്ക് ബ്രേക്കിലേക്ക് പോകേണ്ടതുണ്ട്. ബ്രേക്കിന് ശേഷം നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ചന്ദ്രശേഖർ, നമ്മുടെ ഒരു ചെറിയൊരു ചിത്രം നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. പറഞ്ഞോളൂ. ഇതിലെത്തിയിട്ടില്ല. ഇത് പറഞ്ഞോളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചിത്രം മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. അത് വീണ്ടും ഒരിക്കൽ കൂടി പോണ്ടി വരും. ഉത്തർപ്രദേശ് 403 സീറ്റിൽ ട്രെൻഡ് നില വന്നപ്പോൾ BJP 306 ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നതനുസരിച്ച് ഒരു സീറ്റിലെ ഫലം മാത്രമാണ് പ്രഖ്യാപിച്ചതായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് കാണിക്കുന്നത്. ആ ഒരു സീറ്റ് BJPക്ക് അനുകൂലമായിട്ടാണ്. മറ്റ് 305 സീറ്റുകൾ കൂടി അവർ ലീഡ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. ഒപ്പം തന്നെ പഞ്ചാബ് 117 സീറ്റിലെയും ട്രെൻഡ് വന്നു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് 75, ആം ആദ്മി 23 സീറ്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ശിരോമണി അകാലിദൾ 17 സീറ്റ് ആയി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. പിന്നീട് ഉത്തരാഖണ്ഡിൽ 70-ന്റെയും ട്രെൻഡ് ലഭ്യമാണ്. 54 സീറ്റുമായി BJP മുന്നിൽ നിൽക്കുന്നു. കോൺഗ്രസ് 13 സീറ്റ്, മറ്റുള്ളവർ 13 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇതോടെ മണിപ്പൂരിൽ 60-ൽ 50 സീറ്റുകളുടെ ട്രെൻഡ് മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. കുറച്ച് സ്ലോവാണ്, പക്ഷേ അവിടെ അതെ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം നടക്കുകയാണ്. കോൺഗ്രസും BJPയും തമ്മിൽ 21-20 എന്ന നിലയ്ക്ക് മത്സരം നടക്കുകയാണ്. ഒപ്പം തന്നെ മറ്റുള്ളവർ 9 പേര് കൂടിയുണ്ട്. ഒരുപാട് ചെറിയ കക്ഷികൾ ഉള്ള ഈ സംസ്ഥാനത്ത് അവർ നിർണായകമായിരിക്കും. ഗോവയിൽ 40 സീറ്റിൽ ഇപ്പോഴും വളരെ സ്ലോവായ കൗണ്ടിംഗ് പ്രോസസ്സാണ്. 27 ലീഡ് നില മാത്രമേ എത്തിയിട്ടുള്ളൂ. 15 സീറ്റിൽ കോൺഗ്രസ്, 9 സീറ്റിൽ BJP, 3 സീറ്റിൽ മറ്റുള്ളവർ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഉള്ള മത്സര ചിത്രം. ഗോവയിൽ കോൺഗ്രസ് വന്നേക്കും എന്നുള്ള സ്ഥിതിയാണ്. 21 ഭൂരിപക്ഷത്തിന് വേണ്ടത്. ആ 21 വളരെ അടുത്ത് നിൽക്കുന്നുണ്ട്. 15, ഇനിയും 13 സീറ്റിന്റെ കൂടി ട്രെൻഡ് വരാനുണ്ട്. നമുക്ക് ഇതിന്നിപ്പോ ഒരു SP കോൺഗ്രസ് കൂട്ടുകെട്ട് ഉത്തർപ്രദേശിൽ ഉണ്ടായല്ലോ. ഇതിന്റെ ഒരു ഔട്ട്കം എങ്ങനെയാണ് നമുക്ക് കൃത്യമായല്ലോ ഇപ്പൊ. അതല്ല, ഇപ്പോ ബംഗാളിലും ഇതുപോലെ ഒരു കോൺഗ്രസുമായിട്ട് CPM സാങ്കല്പികമായി നമുക്ക് പറയാം. മറ്റുള്ളവരെല്ലാവരും ചേർന്നിട്ടുണ്ടെങ്കിൽ 48% വോട്ടാകും എന്ന് നമുക്ക് പറയാം. പക്ഷേ രാഷ്ട്രീയ യാഥാർത്ഥ്യമാണോ എന്നുള്ളതാണ് പ്രശ്നം. ബംഗാളിൽ CPM-ഉം കോൺഗ്രസും കൂടി ചേർന്നു, അവിടെ CPM-ന് നഷ്ടം ഉണ്ടാകുന്നു. ഉത്തർപ്രദേശില് SP-യും കോൺഗ്രസും കൂടി ചേർന്നു, അവിടെ SP-ക്ക് നഷ്ടം ഉണ്ടാകുന്നു. അപ്പോ എന്താണ് കോൺഗ്രസ് ഒരു ബാധ്യതയാണെന്നാണ് പറഞ്ഞു വരുന്നത്? അല്ലെ, അങ്ങനെ ആരുടെ വിലയിരുത്തേണ്ടത്? അങ്ങനെ സാറിനോട് ചോദിക്കേ. അതെ, അതിപ്പോ എന്നോട് ചോദിച്ചെന്താ കാര്യം? സമ്പത്തെ ബാറ്റിക്കുഴലിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് എന്നോട് ചോദിക്കുന്നത്. പറയുന്നുള്ളതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇപ്പോ ഈ സമ്പത്ത് വേണം പറയാവുന്നതാണ്. രാഷ്ട്രീയം ഒരു നേർരേഖയുമല്ല. അതൊരു 2 ചേർത്ത് 4 നമുക്ക് പറയാനും കഴിയില്ല. ചിലപ്പോ എന്താന്ന് പറഞ്ഞാല് ഈ 2ഉം 1ഉം ചേരുമ്പോ ചിലപ്പോ 5ഉം 6ഉം അപ്പുറമൊക്കെ എത്തിപ്പോവും. അതാത് കാലങ്ങളിലുള്ള ജനകീയ വിഷയങ്ങളും പിന്നെ ചിലപ്പോൾ ജനകീയ വിഷയങ്ങളെ ചിലപ്പോൾ അതിനെ മറികടക്കാനായി ഇത്തരത്തിലുള്ള കമ്മ്യൂണൽ കാർഡ്സ് അത് ചിലപ്പോൾ എടുത്താൽ അത്തരത്തിലുള്ള വിഷയങ്ങളാവും. കൂടിച്ചേരല് ഫലം ചെയ്ത ഉദാഹരണമുണ്ട്. ബിഹാർ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കൂടിച്ചേരല് ഫലം ചെയ്ത ഉദാഹരണങ്ങളുണ്ട്. എനിക്കൊരു മഹാസഖ്യമായിരുന്നല്ലോ, ഒരു തട്ടിക്കൂട്ട് ലെവലിലല്ലേ നമ്മൾ. അങ്ങനെ മഹാസഖ്യമായിരുന്നെങ്കിൽ മായാവതിയും അജിത് സിംഗ് ഒക്കെ ആ കൂട്ടത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നില്ലേ? തീർച്ചയായിട്ടും. സേതലവി, എനിക്കൊരു ചോദ്യം. അതായത് തെരഞ്ഞെടുപ്പിന്റെ കാലത്തുണ്ടാകുന്ന ഒരു സഖ്യത്തിന്റെയോ അല്ലെങ്കിൽ ധാരണയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ അതിപ്പോൾ എന്തായാലും 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിസഭ വീഴുമ്പോൾ ഇടക്കാല തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. ഇവിടെ ഉള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഓരോ ജനകീയ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാലും ഇന്നിപ്പോൾ ഇതിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടികൾ ഇനി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാവും, തെരഞ്ഞെടുപ്പിൽ വിശ്വാസമില്ലാത്തവരും ഉണ്ടാവും. പക്ഷെ അവർക്കെല്ലാം വാസ്തവത്തിൽ ഇന്ത്യയുടെ പൊതുസമൂഹത്തിൽ അവർക്കെല്ലാം ഒരു സേ ഉണ്ട്. പാർലമെൻറ്റിൽ ഒരു പാർട്ടിക്ക് പ്രാതിനിധ്യം ഇല്ല എന്നുള്ളത് കൊണ്ട് ആ പാർട്ടിക്ക് രാഷ്ട്രീയത്തിൽ യാതൊരു പ്രാതിനിധ്യവും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? BSPക്ക് ലോക്സഭയിൽ ഒരംഗം പോലും ഇല്ല. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ നമ്മുടെ ഒരു 3-4 സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയത്തിലോ BSPക്ക് യാതൊരു വിധത്തിലുള്ള സേയും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ?
പറ്റില്ലല്ലോ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പലയിടങ്ങളിലും ഇടപെടുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇന്നലെ ലോക്സഭയിൽ ഞങ്ങൾ കണ്ടതാണ്. ADMK നെടുകയും കുറുകയും പിളരാൻ പോവുകയാണ്. കാരണം ലോക്സഭയ്ക്കകത്തുള്ള ADMK അംഗങ്ങളിൽ 10 പേര് ഇന്നിവിടെ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടോ എന്നറിയില്ല. തമിഴ്നാട്ടിൽ അവര് ജയലളിതയുടെ നിര്യാണത്തെ സംബന്ധിച്ച് സമഗ്രമായ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സഭ സ്തംഭിപ്പിക്കാനായി വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അതേസമയം മറ്റ് ADMK അംഗങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അതിന് പിന്നിലുള്ള നാടകങ്ങളെല്ലാം പിന്നീട് ഈ പാർലമെന്റ് സെഷൻ തീരുമ്പോഴേക്കും നമ്മൾ അറിയും. അപ്പോഴേക്കും തമിഴ്നാട് സംസ്ഥാനത്ത് പല കാര്യങ്ങളും നടക്കും. തമിഴ്നാട് സംസ്ഥാനത്ത് മാത്രമുള്ളൊരു പാർട്ടിയാണ് ADMK എന്നുള്ളത് കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ അവർക്കൊരു സേയും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. എനിക്കൊരു ചോദ്യം, അതായത് KVS ഹരിദാസിന്റെ പക്കലുള്ള അനേകം ദൈവങ്ങളിൽ ഏതെങ്കിലും ഒരു ദൈവത്തെ ഉഴൂർ വിജയൻ താങ്കൾക്ക് എടുത്തൂടെ? ദൈവങ്ങളാണ് KVSന്റെ ശക്തി എന്ന് പറയുന്നു, രാമനും സീതയും എല്ലാവരും. ഞങ്ങളെല്ലാ ദൈവങ്ങളോടും താല്പര്യമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ആ ദൈവങ്ങളുടെ കയ്യിലുള്ള ആയുധം ഇവര് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് തർക്കം. എല്ലാ ഹിന്ദു ദൈവങ്ങളുടെയും കയ്യിൽ ഒരു ആയുധമുണ്ട്. ആ ആയുധം വെച്ചുകൊണ്ട് വേൽമുരുകനാണ്, വേലുണ്ട്, പിന്നെ സുദർശന ചക്രമുണ്ട്, അങ്ങനെയുള്ള പല പല ശൂലം ഉണ്ട്. അതെടുത്തിട്ട് പിണറായി വിജയനെ നേരിടാൻ വരുന്ന ആ നിലപാടിനോട് മാത്രമേ നമുക്ക്. ഞാൻ ചോദിച്ചതിന്റെ ഒരു അർത്ഥം എനിക്കൊന്ന് ഡോക്ടർ വർഗീസ് താങ്കൾക്ക് മനസ്സിലായല്ലോ. അതായത് ഒരുപക്ഷെ ഇത് ഒരു വർഗീയ ധ്രുവീകരണമാണെന്ന് പറയുമ്പോൾ പലപ്പോഴും ചിന്തിക്കപ്പെടേണ്ട കാര്യം ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിലൊക്കെയുള്ള ചില ബിംബങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ BJPക്ക് പലപ്പോഴും കഴിയുന്നുണ്ട്. അതുമായിട്ട് കോർത്തിണക്കാൻ പറ്റുന്നു. അവിടെ എന്താണെന്നറിയാമോ, അമേരിക്കയിൽ ശ്രീനിവാസനെ വെടിവെച്ച് കൊന്നു, എഞ്ചിനീയർ വെടിവെച്ച് കൊന്നപ്പോൾ ആ അമേരിക്കക്കാരൻ പറഞ്ഞ ഗെറ്റ് ഔട്ട് ഓഫ് മൈ കൺട്രി എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിൽ ഇതുപോലെ വർഗീയ ചിഹ്നങ്ങളും വർഗീയത ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ മുന്നോട്ട് പോയാൽ ഇവിടെ വലിയ വർഗീയമായ ഒരു സമൂഹമായിട്ട് മാറും. വേണമെങ്കിൽ ഞാൻ പറഞ്ഞോളൂ. ഒരു സെക്കൻഡ് ഇത് ഒരു രസകരമായ കണക്കാണ്. ഉദാഹരണം പറഞ്ഞാൽ UP-യിൽ ഇവിടെയാണ്, ഈ വെസ്റ്റേൺ UP-യിൽ ഇവിടെയാണ് അല്പം ഈ മുസഫർ നഗറിലൊക്കെയാണ് പിന്നെ റൈറ്റ്സ് നടന്ന പ്രദേശത്തിൻ്റെ ഒരു കണക്കാണിത്. നോക്കുക, 2012 റൈറ്റ്സ് ഇല്ലാത്ത ശാന്തമായിരുന്ന അവസ്ഥയിൽ BJPക്ക് അവിടെ കിട്ടിയിരുന്നത് ഇതെന്താണ് ആടിക്കളിക്കണേ? 20 മണ്ഡലങ്ങളാണ് 7. 20 മണ്ഡലങ്ങളിൽ 7 സീറ്റാണ് BJP കിട്ടിയിരുന്നത്. 2014 പോസ്റ്റ് റൈറ്റ്സിന് ശേഷം അത് 20ആയി. അതായത് വളരെ രസകരമായിട്ട് ഒരുപക്ഷെ മാത്യു കുഴൽനാടൻ താങ്കൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഈ പറഞ്ഞ മുസഫർ നഗർ ഉൾപ്പെടെയുള്ള ദാദ്രി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ 20 കോൺസ്റ്റിറ്റ്യുവൻസീസ് എടുത്തു കഴിഞ്ഞാൽ വർഗീയ ധ്രുവീകരണം റൈറ്റ്സ് നടന്നിട്ടുള്ള പ്രദേശങ്ങളിൽ റൈറ്റ്സ് നടക്കുന്നതിന് മുമ്പ് BJP കിട്ടിയിരുന്ന 7ആണ്. റൈറ്റ്സ് നടന്ന ശേഷം 2014 20ആണ്. ആ 20 ഒരുപക്ഷെ ഇക്കുറിയും അത് ഏറെക്കുറെ റീറ്റെയിൻ ചെയ്തു, 19ആയിട്ട് റീറ്റെയിൻ ചെയ്തു. വളരെ രസകരമായിട്ടൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എനിക്ക് തോന്നുന്നു ഇത് ഈ പടിഞ്ഞാറൻ UP അല്ലേ? പടിഞ്ഞാറൻ UP. വെസ്റ്റേൺ UP എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഈ സമാജ്വാദി പാർട്ടി, മുലായം സിംഗ് യാദവ് അവർക്കെല്ലാം സ്വാധീനവും അത്തരത്തിൽ അവർക്ക് കൂടുതൽ വോട്ട് ഷെയറും ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ്. അവിടെ അത്തരത്തിൽ ഈ പറയുന്ന വർഗീയ കലാപങ്ങൾ നടത്തി തന്നെയാണ് BJP ആധിപത്യം ഉറപ്പിച്ചത്. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 2012 3 ഉണ്ടായിരുന്നു, തുടച്ചു നീക്കപ്പെട്ടു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ആദിത്യനാഥും അവരൊക്കെ ഓരോ പ്രസ്താവന നടത്തുന്നത് മനസ്സിലാക്കണം. അതായത് ഈ പറയുന്ന പ്രസ്താവനകളെല്ലാം KVS റിയൽ പൊളിറ്റിക്സിൽ BJPക്ക് ഗുണകരമായി വരുന്നുണ്ട്. രണ്ട് തരത്തിലുണ്ട് ബ്രിട്ടാസെ. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഈ പഴയ കാലത്ത് തിലകനൊക്കെ ഭഗവത്ഗീത സന്ദേശവുമായിട്ട് ഇറങ്ങി. മഹാരാഷ്ട്രയിൽ ഈ ഗണേശോത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറായത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സമാജോത്സവമായിട്ടാണ് എല്ലാവരും കൊണ്ടുവന്ന് നടന്നിരുന്നത്. അതിനൊപ്പം കോൺഗ്രസ്സുകാരും എല്ലാവരും ഇവിടുത്തെ പൊങ്കാല, തിരുവനന്തപുരത്തെ പൊങ്കാലയ്ക്കൊപ്പം എല്ലാവരും അണിനിരക്കുന്നില്ലേ? തൃശ്ശൂർ പൂരത്തിനൊപ്പം എല്ലാവരും അണിനിരക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം സംഭവങ്ങളെ ഇപ്പോൾ ഒരു ചെറിയ സംഘർഷം ഉണ്ടായി, അല്ലെങ്കിൽ വലിയ സംഘർഷം തന്നെയാണ് ഉണ്ടായെന്ന് വെച്ചോളൂ, അതിനെതിരായിട്ട് എത്രത്തോളം ശക്തമായ ക്യാമ്പയിനാണ് മറുഭാഗത്ത് നടക്കുന്നത്? ഈ ഒരു ഇതിന്റെ കോൺടാക്റ്റിൽ പ്രത്യേകിച്ച് ബഹുമാനേശ്വര സമ്പത്തും അതുപോലെ ഡോക്ടർ വർഗീസും ഒക്കെ ഉള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ റിസൾട്ട് അനലൈസ് ചെയ്താൽ UP-യിൽ ഇപ്പോൾ ബീഹാറിലെ പോലെ ഒരു മഹാഗഡ്ബന്ധൻ ഉണ്ടായിരുന്നുവെങ്കിൽ 50% വോട്ട് ഷെയർ ക്രോസ് ചെയ്യാണ് യഥാർത്ഥത്തിൽ. UP-യിൽ
22 BJP, അല്ല 22 സമാജ്വാദി പാർട്ടി, 22 തന്നെ SP, 6 കോൺഗ്രസ്, അപ്പൊ തന്നെ 50 ആയി. പിന്നെ RLD ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ രാജ്യത്ത് ഉയർന്നു വരുന്ന ഈ ഒരു രാഷ്ട്രീയത്തെ ചെറുക്കാൻ ഇടതുപക്ഷം അടക്കമുള്ളവർക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബീഹാറിൽ നമ്മൾ സക്സസ്ഫുൾ ആയി, UP എല്ലാവരും ഒന്നിച്ച് നിൽക്കാത്തതുകൊണ്ട് അവിടെ BJP സക്സസ്ഫുൾ ആയി. അപ്പോൾ ഇതിൽ നിന്നൊരു ലെസൺ ഉൾക്കൊണ്ട് ഒരു മഹാഗഠബന്ധൻ പോലുള്ള ഒരു വിശാല സഖ്യത്തിന്, ഒരു മതേതര സഖ്യത്തിനുള്ള സാധ്യതയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് വിരൽ ചൂണ്ടുന്നു. അവിടെയാണ് മാത്യു കുഴൽനാടൻ എനിക്കൊരു ചോദ്യം, ഒരുപക്ഷെ ശിവകുമാർ പറയാൻ വേണ്ടി ശ്രമിച്ചത്. അങ്ങനെ ഒരു ഗ്യാങ്ങപ്പിന് വേണ്ടി, കൺവർജൻസിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി കോൺഗ്രസ് ലീഡർഷിപ്പിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ശിവകുമാർ പറയും, താങ്കൾ നേരത്തെ പറയാൻ ശ്രമിച്ചതാണ്. നേരത്തെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറ. എന്തിനാണ് എല്ലാരും കൂടെ ഇട്ടത്? അതിനുള്ള ഒരു ഇത് കോൺഗ്രസിനായിട്ടില്ല. നമ്മുടെ നാളത്തെ പ്രതീക്ഷയാണ് മാത്യു. അതുകൊണ്ട് മാത്യുവിന്റെ പാർട്ടി അതിനുവേണ്ടി ശ്രമിച്ച് അതിനുള്ള പരിവർത്തനം അവരിൽ ഉണ്ടാക്കിയാലേ അത് നടക്കുള്ളൂ. അല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇങ്ങനെ ഇപ്പൊ ഈ ഇലക്ഷൻ ഇത്രയും നടന്നപ്പോൾ പോലും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട അത് പറഞ്ഞു പോകുമ്പോ ഇപ്പൊ കോൺഗ്രസിന് മാറ്റി നിർത്തിയിരിക്കട്ടെ, ഇപ്പൊ ഈ രാജ്യത്തെ ഇടതുപക്ഷത്തിന് അത് കഴിയും? അല്ല, നമ്മൾ മുമ്പിലുള്ള ചോദ്യം ഞാൻ ഈ ചോദിക്കുന്ന മാത്യു കുഴൽനാടനോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ സമ്പത്തിനോട് ചോദിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ഒരു ബാധ്യത ഇടതുപക്ഷത്തിനുമില്ലേ? ഈ ചോദ്യത്തിനും വളരെ പ്രസക്തമാണ്. ഈ ചോദ്യം തന്നെയാണ് മാത്യു കുഴൽനാടന്റെ മുമ്പിലുള്ള അതേ ചോദ്യം തന്നെയാണ് സമ്പത്തിന് മുമ്പിലേക്ക് എടുത്തത്. ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് കുറേ നേരത്തെ MA ബേബി തന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം. ഇന്ന് വിജയിച്ചു വന്നിട്ടുള്ള നിങ്ങളിപ്പോൾ ഇത്രേ ആയിട്ടുള്ളൂ. ഇനി ഒരു 3-4 ദിവസം കൂടി കഴിയുമ്പോഴേ ബാക്കി ഇവരുടേതായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇവർ പിടിച്ച കൊടി, അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ചിഹ്നം, അവർ ആരെയാണ് ജയ് വിളിച്ചിരുന്നത്, എന്തായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്ന പ്രകടന പത്രിക, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് വരെ കോൺഗ്രസ്സായി നടക്കുകയും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP ആയി മാറുകയും, കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷയായി നടക്കുകയും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPയുടെ പ്രചാരകയായി മാറുകയും, കോൺഗ്രസിൻ്റെ MP ആയി തന്നെ ഇരിക്കുകയും ഇപ്പോൾ BJPയുടെ MP ആയി ഇരിക്കുകയും, ഇന്ന് ലോക്സഭയിൽ ഞങ്ങൾ നേരത്തെയും പ്രതിപക്ഷത്തിരിക്കുന്നു, നിങ്ങളുടെ ഗവൺമെൻറ് UP 2 ഇരിക്കുമ്പോൾ അപ്പുറത്ത് ഞങ്ങളെ ആ വിധത്തിൽ ശക്തമായി എതിർത്ത നിരവധി ആളുകൾ. ഇപ്പോൾ എന്താ, അവരിയ്ക്കുന്നത് അതേ സ്ഥലത്ത് തന്നെ, നിങ്ങളിരിക്കുന്നത് പോലെ അതേ സ്ഥലത്ത് ട്രഷറി ബെഞ്ചിലാണ് ഇരിക്കുന്നത്. പക്ഷേ അവർ പാർട്ടി മാത്രമേ മാറിയിട്ടുള്ളൂ. ഒരാളുടെ പേര് UP മുൻ മുഖ്യമന്ത്രിയാണ്, ജഗദാംബിക പാൽ. ആരായിരുന്നു അദ്ദേഹം? ഇങ്ങനെ 1 ഡസൻ പേരെ ലോക്സഭയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇത്തരം ഒരു കാര്യത്തിലുള്ള ഒരു മുൻകൂട്ടി നിങ്ങൾ മഹാസഖ്യം ഉണ്ടാക്കിയാലും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്നാണ് കോൺഗ്രസിന്റെ PCC അധ്യക്ഷ മാറുന്നത്. റീത്ത ബഹുഗുണ മാറുകയാണ് മുൻ PCC. അതിന്റെ സാഹചര്യം അറിയില്ലേ? അതായത് റീത്ത ബഹുഗുണ ജോഷി അവിടെ ഈ തെരഞ്ഞെടുപ്പ് നയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ്. അതിന് പകരം പാർട്ടിയുടെ തീരുമാനം ഷീല ദീക്ഷിത് മത്സരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് സ്വാഭാവികമായിട്ടും വടക്കേന്ത്യയിലേക്ക് അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ഉള്ള ഒരു ഈസി ആയിട്ടുള്ള മൈഗ്രേഷൻ കോൺഗ്രസ് നിന്ന് BJPയിലേക്ക് സാധ്യമാകും എന്ന് പറയുമ്പോൾ ബീഹാറിലെ PCC അധ്യക്ഷൻ ഇന്ന് കമ്മിറ്റിയിൽ അംഗമാണ്. അദ്ദേഹം പറയുകയാണ്, എന്റെ PCC ഓഫീസിലേക്ക് 4 വർഷമായി ഒരു കേന്ദ്ര നേതാവ് വന്നിട്ട് പോലുമില്ല. കൈസർ ഖാൻ അദ്ദേഹം പറയുകയാണ്. ഇന്നിപ്പോ അദ്ദേഹം മക്കയിലേക്ക് പോയിരിക്കണം. അദ്ദേഹം 4 വർഷം ഞാൻ ഹിന്ദിയിലാണ് പറഞ്ഞത്. അതേ നന്നായി ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി അതൊന്നും വേണ്ട, നമുക്ക് അത്യാവശ്യം ഹിന്ദിയൊക്കെ